നീറ്റ് പരീക്ഷയിൽ ജീവനൊടുക്കിയ കാസർഗോഡ് സ്വദേശി ഐജ മഹേഷിന്റെ സഹോദരനെ മംഗലാപുരത്ത് ലോഡ്ജ് മുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. തച്ചങ്ങാട് മുക്കൂട് സ്വദേശി അർജുൻ മഹേഷാണ് മരിച്ചത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുകയാണ്. രതീഷ്, ഒട്ടും സഹിക്കാൻ പറ്റാത്ത അങ്ങേയറ്റം സങ്കടകരമായ വാർത്തയാണ്. ഈ ഐജ മഹേഷിന്റെ വിടപറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ പ്രാഥമികമായി ലഭ്യമാകുന്നുണ്ടോ? ലിൻഷ, നിലവിൽ നമുക്ക് ഇത് സംബന്ധിച്ച് ഈ പ്രാഥമികമായ വിവരം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇദ്ദേഹം വിദേശത്തായിരുന്നു. വിദേശത്തുനിന്ന് മംഗലാപുരത്ത് എയർപോർട്ടിൽ എത്തിയ ശേഷം ബജ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മറവൂർ എന്ന സ്ഥലത്തെ ഒരു ലോഡ്ജ് മുറിയിലാണ് അദ്ദേഹത്തെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഏറെ സങ്കടകരമായ കാര്യം. മാത്രവുമല്ല, ഈ ഐജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതീവ ദുഃഖിതനായി നാട്ടിൽ കുറേ കാലം ഉണ്ടായിരുന്ന മഹേഷ് കഴിഞ്ഞ മാസമാണ് വിദേശ ജോലിയിലേക്ക് പ്രവേശിച്ചത്. തുടർന്ന് പക്ഷേ അവിടെയൊക്കെ തന്നെ വലിയ മാനസിക പ്രയാസം കൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായ ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ചില വിവരങ്ങളുണ്ട്. എന്തായാലും പൊടുന്നിനെ ലീവ് എടുത്ത് നാട്ടിലേക്ക് വരികയായിരുന്നു. മംഗലാപുരത്ത് വിമാനമിറങ്ങി അവിടെ ബജ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ, അതായത് എയർപോർട്ടിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്, അവിടെ റൂമെടുത്ത ശേഷമാണ് ഇങ്ങനെ ജീവനൊടുക്കിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ദുഃഖകരമായ സംഭവം. മാത്രവുമല്ല, ഈ ജൂലൈ മാസത്തിൽ ഈ സംഭവം ഉണ്ടായ ശേഷം അർജുൻ വലിയ തരത്തിൽ പ്രയാസത്തിലായിരുന്നു. അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും ഉണ്ട്. നാട്ടുകാരും മറ്റ് ബന്ധുക്കളും ഒക്കെ ഒരുപാട് നിർബന്ധിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷമാണ് അമ്മയ്ക്കും മറ്റും ആര് എന്ന ചോദ്യത്തിൻ്റെയൊക്കെ ഭാഗമായാണ് അർജുൻ വീണ്ടും വിദേശത്തേക്ക് ജോലിക്ക് പോകുന്ന സാഹചര്യം. മാത്രമല്ല, ഈ നാട്ടിൽ നിന്നാൽ കൂടുതൽ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണമെന്നൊക്കെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളെയും ഒക്കെ അഭ്യർത്ഥനയെ തുടർന്നാണ് അർജുൻ തിരിച്ച് വിദേശത്തേക്ക് പോകുന്നത്. നമുക്കറിയാം, 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അതിൻ്റെതായ എല്ലാ വൈകാരികമായ പ്രയാസങ്ങളും അദ്ദേഹത്തിനുണ്ട്. അതുകൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം. എന്തായാലും ദുഃഖകരമായ സംഭവം. അദ്ദേഹത്തിന്റെ ബോഡി കുടുംബത്തെ സംബന്ധിച്ച് ഒരു തരത്തിലും ഇത് കഴിഞ്ഞ് മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ള കാര്യമൊക്കെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. വിവരങ്ങളാണ് രതീഷ് വാസുദേവൻ നൽകിയത്.